ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ. അപ്പൊ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മുടെ വിദയ് ബേബിയുടെ 11th മന്ത് ഫോട്ടോഷൂട്ട് ഞങ്ങൾ എങ്ങനെയാണ് എടുത്തത് എന്നുള്ളതിന്റെ മേക്കിംഗ് വീഡിയോയാണ്. തണ്ണിമത്തൻ ഷൂട്ട്. അതെ, പിന്നെ ഒരു കാട് പിടിച്ചെത്തി. അതെ അതെ. അപ്പോ ഇതുവരെ നമ്മൾ ഫസ്റ്റ് മന്ത് തൊട്ട് 10th മന്ത് വരെ എടുത്തിട്ട് അത് എങ്ങനെയാണ് മേക്കിംഗ് ഷോർട്സ് ആണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ കുറച്ച് കമന്റ് വരുന്നുണ്ട്, ചേച്ചി എന്റെ ലോങ് വീഡിയോ ഇടാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇത്തവണ ഞങ്ങൾ അത് ലോങ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇനിയിപ്പോ അടുത്ത മാസം അവന്റെ ബർത്ത്ഡേ ആണല്ലോ, അത് ഞങ്ങൾ ഈ പരിപാടി നിർത്തി അല്ലേ. ഇനി എല്ലാ മാസവും ഇങ്ങനെ ഓരോ തീം കണ്ടുപിടിച്ച് ആലോചിച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങളെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. വെറുപ്പിക്കണമെന്നല്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോഴാണെങ്കിൽ കുറെ ആൾക്കാർ ഇങ്ങനെ തീമൊന്നും കിട്ടുന്നില്ല. നമുക്ക് ആദ്യമേ ഉള്ള ഫസ്റ്റ് മന്തിലുള്ള ഡൈപ്പറിന്റെ തീം എളുപ്പമായിരുന്നു ഓർക്കാനായിട്ട്. സെക്കൻഡ് മന്തുള്ള എന്താ പതാക അല്ലായിരുന്നോ? പറഞ്ഞുതരാം, ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഇട്ട് തരാം കേട്ടോ. ഫസ്റ്റ് മന്ത് ഡയപ്പർ, സെക്കൻഡ് മന്ത് പതാക, തേർഡ് മന്ത് ഓണം, ഫോർത്ത് മന്ത് അവൻ അരിയും മണിയും വെച്ച് ചെയ്തത്, ഫിഫ്ത് മന്ത് 4th 5ലേക്ക് ഏണി കയറി പോകുന്നത്, 6th മന്ത് അവന്റെ ചോറൂണായിരുന്നു, അപ്പൊ ചോറ് വെച്ചിട്ട്, 7th മന്ത് വാലന്റൈൻസ് ഡേ ആയിരുന്നു, അപ്പൊ റോസ് വെച്ചിട്ട്, 8th മന്ത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ, 9th മന്ത് എന്തുവായിരുന്നു ചെയ്തത് നമ്മള്? പോപ്കോൺ ടീ. പോപ്കോൺ പറഞ്ഞ അരിമണി തിരിച്ചു വീഴുന്നു. 10th മന്ത് ചെയ്തത് ഇപ്പൊ ലാസ്റ്റ് ടൈം ചെയ്തത് ഏതായിരുന്നു? ഇത്ര ഞാൻ പറഞ്ഞില്ലേ, നീ പറ. ശിവനെ ഇങ്ങോട്ട് പറയടാ. 10th മന്ത് പറ. 10th മന്തിന്റെ പറടാ. താരം മറന്നുപോയല്ലേ? മറന്നുപോയി. എന്നിട്ടാണ് നിക്കട്ടോ, എന്റെ ഫോണുണ്ടല്ലോ. കൃഷ്ണൻ വിഷു എങ്ങനെ മറക്കാൻ പറ്റും? നമ്മളെ ഏറ്റവും അധികം കഷ്ടപ്പെട്ടു. അതെ, വിഷു ആയിരുന്നു ആ മന്ത്. സോ നമ്മൾ അവനെ കൃഷ്ണനാക്കി. ഇപ്പൊ 11th മന്താണ്, അതിനാണ് നമ്മൾ ഈ തണ്ണിമത്തൻ തീം ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ജംഗിൾ തീം. പിന്നെ ഞങ്ങൾക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. നമ്മള് ഇതിനു മുമ്പിട്ട വീഡിയോ അല്ല, അത് ഞാൻ ഷോർട്ട് ഹെയർ ആയിട്ട് കട്ട് ചെയ്ത പ്രാങ്ക് ആയിരുന്നു. അതിനു മുമ്പ് നമ്മള് ഗേൾ ബേബി ആയിട്ട് ഒരുക്കിയ വീഡിയോ. അതെ അതെ. അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു 2 ഡ്രസ്സിലാണ് അവനെ ഒരുക്കിയത്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം, അതിന്റെ തംബ്നെയിൽ ഇവിടെ കാണിച്ചു തരാം. ഒരു ഡ്രസ്സ്, രണ്ടും പെൺകുട്ടികളുടെ ഡ്രസ്സായിരുന്നു, കുഞ്ഞു പെൺകുട്ടികളുടെ ഡ്രസ്സായിരുന്നു, കുഞ്ഞു ആവുള്ള. ഒരെണ്ണം ഒരു പച്ചയും ഒരെണ്ണം ഒരു പിങ്ക് ഡ്രസ്സും ആയിരുന്നു. അപ്പൊ അതില് ഞങ്ങള് പറഞ്ഞിരുന്നു ഇതിപ്പോ നമുക്ക് ഇനി യൂസ് ഇല്ല, കാരണം അവൻ ആ കുഞ്ഞാണല്ലോ. അതുകൊണ്ട് ഇത് പെൺകുട്ടികളുള്ള ആൾക്കാര് #babyGirl എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അതിൽ നിന്ന് ചൂസ് ചെയ്ത 2 പേർക്ക് ഇത് നമ്മൾ അയച്ചു തരാന്ന് പറഞ്ഞിരുന്നു. സോ അതിലെ വിന്നേഴ്സിനെ ഞങ്ങൾ ഇപ്പൊ ചൂസ് ചെയ്യുവാണ്. ചൂസ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ ഞങ്ങൾ അത് പറയും. ഇപ്പം ആ വിന്നറിനെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും 2 പേരുണ്ടാവും. ആ 2 പേരും നിങ്ങൾ ഇട്ട കമന്റ് ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ആ കമന്റിന് താഴെ റിപ്ലൈ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ID, ഓക്കെ, ഇത് 2 ഞാൻ കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് കൊറിയർ അയക്കുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ അതാണ് സംഭവം. അപ്പൊ വിന്നേഴ്സ് ആരാന്ന് കേൾക്കാം. പറ. അപ്പൊ വിന്നേഴ്സ് ആരാന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇനിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇങ്ങനെ എടുത്തിട്ട് അതിന്റെ മനസ്സിലായി കമന്റ് ചെയ്യാൻ തോന്നുന്നു. അയ്യേ, ഞാൻ അത്ര ചീപ്പ് പരിപാടിയൊന്നും ചെയ്യാറില്ല. ഇതല്ല. ഓക്കെ, ബൈ 2600 കമന്റ്സ് ആണ് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് റാൻഡംലി 2 നമ്പർ നമ്മൾ ചൂസ് ചെയ്യും. ഇവിടെ ഒരുത്തന്നെ ഇരിപ്പുണ്ട് സൈഡിൽ, അവനോട് ഒരു നമ്പർ ചോദിക്കും, നിന്നോട് ഒരു നമ്പർ ചോദിക്കും. നിങ്ങൾ പറയുന്ന ആ നമ്പറിൽ ഞാൻ നോക്കുമ്പോൾ ആ പറയുന്ന നമ്പറിൽ എത്രാമത്തെ കമന്റ് കിടക്കുന്നത് #babyGirl എന്നാണെങ്കിൽ അവർക്കാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത്. സപ്പോസ് അത് #babyGirl എന്നല്ല എങ്കിൽ വീണ്ടും നമ്മൾ നമ്പർ പറയിപ്പിക്കും. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ നീ പറയടാ, 1 മുതൽ 2600 വരെ ഉള്ളതിൽ ഒരു നമ്പർ പറ. ദൈവം, ഞാനിവിടെ അവൻ 2550. ഞാൻ എണ്ണ ഇവിടെ 1 2 3 4 5 അല്ലാണ്ട് എന്ത് ചെയ്യാന്? 63. ഓക്കെ, ഇനി നീ പറ. ഞാൻ 560. അല്ല വേണ്ട, സോറി, 555. നീ എണ്ണ്. ഇതാട്ടോ ഫസ്റ്റ് വന്ന കമന്റ്. അതായത് ഇതാ കണ്ട, ഇത്ര ഉള്ളു കേട്ടാ. ഇവിടെ സ്റ്റക്കാണ്, കണ്ടല്ലോ, ഇത്ര ഉള്ളു. അതാണ് ഫസ്റ്റ് കമന്റ് വന്നേക്കുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 63. ഷോ ഇല്ലടാ, ഇത് പോയി. നീ എന്നാ വേറൊരു നമ്പർ പറ. 72. ഓക്കെ, 63 64.
72. ഇതാണ് 72. ആ ഓക്കെ, കാണാൻ നല്ല ജെനിക്ക ജോളി 588. 72, 73, 74. അടുത്ത നമ്പർ നീ പറഞ്ഞില്ല ആക്ച്വലി. ഇത് വരുന്നത് ഓ അത് ഇതിൽ പറഞ്ഞില്ലേ? 82. 82. ഓക്കെ. 72, 73, 74, 81. അതിലും ഉണ്ടായിരുന്നു 82. ഉണ്ട്. അയ്യോ സമാധാനമായി. 82 ആരാ നോക്കട്ടെ. അനു ബിന്ദു ഗേളെന്ന് പക്ഷേ GIR ആയിപ്പോയി, ഗിർ ബേബി എന്നായിപ്പോയി. കുഴപ്പമില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ ഗിർ ബേബി ഇട്ട അനു ബിന്ദുവിനാണ് ഫസ്റ്റത്തെ ഗിവ് അവേ അല്ലേ. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് റിപ്ലൈ കമന്റ്, അതായത് നിങ്ങളുടെ മെയിൽ IDയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലോ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഇനി അടുത്ത എൻ്റെ ആണ് ഇനി 555. അപ്പോൾ ഞാൻ ചെയ്യാം പക്ഷേ ഡോണ്ട് വറി. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ചാൻസ് ആണ്. എനിക്ക് വല്ലാത്ത അസുഖമായിരുന്നു, 555 വരേണ്ടത്. കാരണം ഇവൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എനിക്ക് അത് പ്രശ്നമൊന്നും മനസ്സിലായി. എന്നാലും ഓക്കെ, ഇപ്പം നമ്മൾ എത്തിയത് 82. നമുക്കിനി 83, 84, 85, 86, 87, 88, 98, 99, 100 വരെ. 1, 2, 99, 200. അയ്യോ 200. 1, 2, 3, 4, 300. ഓക്കെ. 1, 2, 3, 4, 97, 99, 400. 1, 2, 3, 99, 500. അയ്യോ ഇനി 55 എണ്ണിയാൽ മതി. 1, 2, 3, 4, 49, 50, 5 എണ്ണിയാൽ മതി. 51, 552, 553, 554, 555 ബാലകൃഷ്ണ 788 ആണ് വന്നത്. 2 ഡ്രസ്സിലും അരിമണി ക്യൂട്ടായിട്ടുണ്ടെന്ന്. വേറൊരു നമ്പർ പറയാം. ദൈവത്തെ ഓർത്ത് 1000 പറയരുത്. കൈവേദന എടുത്തിട്ടും അല്ല. 600 പറയാമല്ലോ. 600. ഓക്കെ. 555, 56, 57, 58, 59, 598, 599, 600. അഫീന ഫിലിപ്പോസ് 600. പിങ്ക് സോ ക്യൂട്ട് ഫോർ ഹിം. താങ്ക് യു ചേച്ചി. അവിടെ ചെയ്ത് പറയണേ. അടുത്ത നമ്പർ ഞാൻ പറയാം 30. ഇനി ഫുള്ള് താപ്പോട്ട് കൊണ്ടുവരണം ഞങ്ങൾ. ഇപ്പൊ 600 നിൽക്കുകയാണ് ഞങ്ങൾ. പറ. ഏറ്റവും ആദ്യം ബേബികൾ കമന്റ് ഇട്ട് അഡ്രസ് കൊടുക്കും. ആദ്യം മുഴിയാൻ പാടാ തേണ്ടി. ഓക്കെ കൈസ് ഒരു മിനിറ്റ്. ഇപ്പോൾ 600 എത്തിയിട്ടും എനിക്കൊരു കമൻറ്റ് കണ്ടു കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ 2 ഇതിലും കമൻറ്റ്സ് കണ്ടില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഏറ്റവും ആദ്യം വന്ന് #BabyGirl എന്ന് കമൻ്റ് ഇട്ട ആളിന് കൊടുക്കാൻ പറഞ്ഞു. അപ്പം കൊടുത്തേക്കാം, അല്ല അങ്ങനെ കൊടുത്തേക്കാം. കാരണം ഇനി തോണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഭാഗത്ത് ഞാൻ 700 പറയുന്നത്. അപ്പോൾ 700 പിന്നെ കാണത്തില്ല, 800 പറയും കാണത്തില്ല, 850 പറയും കാണത്തില്ല, അങ്ങനെ പൊക്കോണ്ടിരിക്കും. സോ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഏറ്റവും ആദ്യം വന്ന് ആരാണോ #BabyGirl നമുക്ക് റിപ്ലൈ അല്ല, അവർക്ക് ഡ്രസ്സ് കൊടുക്കാം. ഇനി തോണ്ടിയത് മൊത്തം ഞാൻ തിരിച്ചു തോണ്ടണം. പോടാ വേണ്ട എൻ്റെ പൊന്നും അവിടെ ചെയ്ത അടുത്ത ബുദ്ധി കേട്ടാ. എന്തിനടുത്ത തോന്നുന്നു നീക്ക് ബാക്ക് അടിച്ച് പിന്നെ വീഡിയോ റീഓപ്പൺ ചെയ്താൽ പോലെ. വന്നടാ താഴെ ഏറ്റവും താഴെ എത്തി. നമുക്കിനി എണ്ണ നോക്കാം. എണ്ണണ്ട. സോപ്രിറ്റി പെണ്ണിനെ പോലെ തന്നെ ഉണ്ട്. 2 million ലോഡിങ്. ആക്ച്വലി നമ്മുടെ ചാനൽ 2 million ആവാറായി കേട്ടോ. ഈ ചാനൽ ശീതൽ ഒഫീഷ്യൽ ചാനൽ. സോ ക്യൂട്ട് അച്ചോ ഹിയർ ലുക്സ് ലൈക്ക് ഗേൾ. സോ ക്യൂട്ട്. ഓക്കെ. #GirlBaby ലവ് ഫ്രം ബാംഗ്ലൂരിലൊക്കെ അയച്ചു കൊടുക്കണം നമ്മളിത്. സംബന്ധിച്ചാൽ പുള്ളിക്കാരത്തി ഇട്ട കമൻറ്റിൽ # സ്പേസ് ഇട്ടിട്ടാണ് ഗേൾ പിന്നെ ബേബി. നമുക്ക് ആക്ച്വലി #BabyGirl ഒറ്റ വാക്ക് കേട്ടോ. ബട്ട് അത് കുഴപ്പമില്ല. കുട്ടി ശില്പ ഗോൺസാൽവസ്. ഈശ്വര ഏതോ സായിപ്പ് കൊച്ചാന്ന് തോന്നിച്ചോ. എന്ത് ഇങ്ങനെ കിട്ടിക്കുന്നത്? ശില്പ മലയാളം വരാം, കുഴപ്പമില്ല. അപ്പോൾ ശില്പക്കുട്ടി നോക്കാണ് ഇതിപ്പം നറുക്ക് വീണിരിക്കുന്നത്. അപ്പോൾ ഈ 2 വിന്നറും ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഈ ഇട്ട കമൻറ്റ്, ഓക്കെ, ആ കമൻറ്റിന് നിങ്ങൾ താഴെ നിങ്ങൾ ഈ കമൻറ്റ് ഇട്ട അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒന്ന് റിപ്ലൈ ഇടണം. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ID പേരോ അല്ലെങ്കിൽ
നിങ്ങളുടെ മെയിൽ ഐ ഡിയോ അയച്ചു തരണം. കമൻറ്റ് ഇട്ടാൽ മതി. ഞങ്ങൾ നോക്കിയിട്ട് ഒരു 4-5 ഡേയ്സ് ഞങ്ങൾ 5 ദിവസം നോക്കും. 5 ദിവസം ഞങ്ങൾ നോക്കും. 5 ദിവസം ഇപ്പം ഈ ഇടുന്ന വീഡിയോ ഇട്ടിട്ട് 5 ദിവസം നോക്കും. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഈ വീഡിയോ നമ്മുടെ അരിമണീനെ പെണ്ണുവാവയാക്കിയ ഒരുക്കിയ വീഡിയോ നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് നമ്മൾ ഒന്നേന്ന് ഈ 2600 കമൻറ്റ് താപ്പോട്ട് തോണ്ടി നമ്മൾ തപ്പിയെടുക്കും. അന്നേരം നിങ്ങൾ ആ കമൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, റിപ്ലൈ കമൻറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ആർക്കെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ബട്ട് റിപ്ലൈ കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളോട് കോൺടാക്ട് ചെയ്യുക മെയിൽ വഴി. അവിടെ നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തരിക. നമ്മളുടെ കൈ കൊണ്ട് തന്നെ പാക്ക് ചെയ്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ തണ്ണിമത്തം വാങ്ങാൻ പോണ കാര്യങ്ങളും തിരിച്ച് വന്ന് തണ്ണിമത്തം വെട്ടി മുറിക്കുന്നത്, പിന്നെ അവനെ തിരുത്തണം, അതൊക്കെ ഇനി കുറേ പെൻഡിങ് ഉണ്ട്. അതെല്ലാം നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഓക്കെ. അപ്പോൾ കടയിൽ കാണാം. നമ്മളപ്പോ ഒരു കടയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിമണിയുടെ സൈസിനുള്ള ഒരു തണ്ണിമത്തൻ എടുക്കണം. ഓക്കെ. അപ്പൊ അതായത് മിനി തണ്ണിമത്തൻ. അങ്ങനെ നമുക്ക് അവസാനം അതല്ലേ അതിന് തള്ളിട്ട് വേണോ? അത് അതെങ്ങാനും പൊട്ടിയ പിന്നെ വേറെ ഇല്ല നമുക്ക്. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാന്നാ, ഇത് നമുക്ക് ഇങ്ങനെ മുറിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ. വീട്ടിൽ പോവാ. എനിക്ക് എക്സൈറ്റ്മെന്റ് വരുന്നു. എന്താവും ഏതാവും തണ്ണിമത്തം വെച്ചിട്ടെന്ന് അറിയത്തില്ല. അത് നമുക്ക് ഇന്ന് എന്തെങ്കിലും കുളവാക്കുമല്ലോ നമ്മള്. അങ്ങനെ പറയല്ലോ കുട്ടി. നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ആദ്യം നമ്മൾ അതൊക്കെ മുറിച്ച് സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവനെടുത്ത് ഇരുത്തി കഴിഞ്ഞാൽ അളവൊന്നും എടുക്കാൻ സമ്മതിക്കത്തില്ല. ചെക്കൻ പഴവല്ല, അലമ്പ് ബേബി. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ടേ. അപ്പൊ നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ പകുതിക്ക് വെച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവന്റെ സൈസിനേക്കാൾ ചെറുതാണ്. സോ നമുക്കിത് ഇങ്ങനെ വട്ടം മുറിക്കാം. എനിക്കുട്ടി ഇത് ഇങ്ങനെ മുറിച്ചേ. ഞാൻ ഈ അടയാളോട്ടേക്കെന്ന് വെച്ച് വട്ടം മുറിക്കും. നേരെ മുറിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോ നമ്മളുണ്ടല്ലോ ഇതിലോട്ട് അവനെ ഇരുത്തിയിട്ട് ഇത് ഫുൾ അപ്പം ചിരണ്ടി മാറ്റണം. മാറ്റണം. അത് റിസ്ക് ആണ്. അത് ഇങ്ങോട്ട് ഞാൻ സെറ്റ്. ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ. എടാ എനിക്ക് ഇത് കോരാൻ സംഭവം താടേ. എന്ത് സാധനമാണ്? എങ്ങനത്തെ സാധനം ഉദ്ദേശിക്കുന്നു? തന്റെ പല്ല് നമുക്ക് വരക്കായിട്ട് മനസ്സിലായില്ല. ഒരു പാത്രം താട ഷാർപ്പ് കോരി എടുക്കാനായിട്ട്. ഇത് കോരിന്റെ ഈ പീസ് ആകുമ്പോ മാംസം മാറ്റുണ്ടായിട്ട് സാധനം എന്താ. അപ്പം നമ്മള് ഒരു കേക്ക് കൂട്ടാർ ഉണ്ടായിട്ടുണ്ട് തണ്ണിമത്തന്റെ. കാണിച്ചതാ കേക്ക് കൂട്ടാരം. പക്ഷെ ഇതുമേടെ ഇതാട്ടോ, എന്റെ അല്ല, എന്നെ അവരും പറഞ്ഞേക്കല്ലേ. നമുക്കിനി ബാക്കിയുള്ളത് ഇതിന്റെ ജ്യൂസ് നമുക്ക് കുടിക്കാം. കാരണം ഇല്ലെങ്കിൽ എന്റെ ഭാര്യ എടുത്ത് വെറുതെ കമത്തിക്കളി. ആർക്കും വേണ്ടല്ലോ അല്ലേ? വേണ്ട. ഓക്കെ എന്നാ പോ. മിസ് பண்ணிட்டு ഇല്ല എനിക്ക് വേണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ കാലയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി അവന്റെ കാല് ഇടാൻ പാകത്തിന് ഇവിടെ 2 തുള ഇടണം. ഇടണോ അവന്റെ കാല്? ഇവിടെ വെക്കട്ടെ കുട്ടെ. ഇവിടെ ഇങ്ങനെ ഈ വട്ടത്തിൽ ഇത് കട്ട് ചെയ്ത് അവന് കുട്ടെ. തെറ്റിപ്പോയത് വെട്ടിത്താ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സംരംഭം ഓക്കെ ആയിരിക്കുകയാണ്. കൃത്യമായിട്ട് മുറിച്ചിട്ടുണ്ടത്. നമ്മൾ ഇതില് 11 വെട്ടും. 11 മാസമായല്ലേ? ഒന്നായതുകൊണ്ട് രക്ഷപ്പെട്ട്. വല്ല 8 ആയിരുന്നെങ്കിൽ ഇപ്പൊ തെണ്ടിപ്പോയാന്. ഇതൊക്കെ എങ്ങനെ ഞാൻ വെട്ടിക്കടിച്ചെടുക്കാനാ? ഒന്നായിട്ടോ. ഓക്കെ. ഇനി അത് വെട്ടി തന്നിട്ട് വേണം എനിക്ക് അടുത്തൊന്ന് വെട്ടാൻ. അടുത്തത് അങ്ങനെ നമ്മുടെ 2 കാലും സെറ്റ് ആയിരിക്കുകയാണ്. അവനിരുത്തിയ സെറ്റ് അല്ലേ? ഇവിടെ നമുക്ക് അവനെ തിരിച്ചിരുത്തിയല്ല, അതിന്റെ അളവ് കറക്റ്റ് ആയിരിക്കും. ശരിയാക്കിയത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ അവന് ഇരുത്തുന്നതാണ്. എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഗായ്സ്. അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട്. 11 മാസത്തിന്റെ 11 വെട്ടിയെടുത്തിട്ടുണ്ട്. ഇവിടെ വെക്കാനായിട്ട് ഒരു ബോ. അപ്പൊ ആദ്യം ഇവര് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യും. അപ്പോഴേക്കും ഞാൻ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഓക്കെ. ഇനി നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ 11 കട്ട് ചെയ്തെടുത്തില്ല, അതിങ്ങനെ കുത്തി ഇറക്കും. ഓക്കെ. 11 മന്ത്സിന്റെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് അവനെ ഇരുത്തും. ഇതിനകത്തോട്ട്. അങ്ങനെയാണ് എന്റെ പദ്ധതി. വന്നു കഴിയുമ്പോ അവിടെ കൊള്ളൂല ഇവിടെ കൊള്ളില്ലാത്തോലെ ആവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ബാക്കി ഇവിടെ എല്ലാം സെറ്റാണ്. ഇനി ആർട്ടിസ്റ്റ് വന്നാൽ മതി. ഇന്ന് ഞങ്ങൾ ടാർസൻ ആവുകയാണ് സുഹൃത്തുക്കളെ. ടാർസൻ, ജംഗിൾ തീം.
ജംഗിൾ തീം. അല്ല ജംഗിളിൽ ആരാ തണ്ണിമത്തൻ ഇട്ട ചെട്ടി ഇട്ടേക്കുന്നത്? വരിക സഹോദര വരൂ. ഇഷ്ടപ്പെട്ട ചിരിക്കൂ. ചിരിക്കുന്നതാ. കൊള്ളാം. റെഡി? നമുക്ക് അവന്റെ റിയാക്ഷൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇന്ന് എന്തുവായി ഇതിങ്ങനെ രണ്ടും കൂടെ ഒപ്പിക്കുന്നതാ നോക്കുന്നത്? എല്ലാ ദിവസവും അച്ഛനമ്മ എന്തിനൊക്കെ ഒപ്പിക്കും. ഇങ്ങപ്പാ അതിർത്തിയിലെ സൈനികരെ കൂട്ടി അവൻ ഫോട്ടോ എടുക്കുകയാണ്. റെഡി? ഇതിട്ട് ഇടാന്ന് വെച്ചാലേ തിരിച്ചു വലിക്കുന്നതാ. പൊന്നമ്പിളി നിന്നെ കാണാൻ കാല് കൊണ്ട് ചവിട്ടല്ലേ മക്കളെ. അയ്യോ പൊന്നു മോനെ. അക്കടെ കുഞ്ഞ് അമ്പട് മോനെ. ഇരുത്തിയടാ. നോവുന്നുണ്ടോടാ കണ്ണാ? ഇല്ല. ലൂസാ ഫുൾ ലൂസാ അത്. ഓക്കെ ആണാടാ അനൂപേ? ഈ പൊസിഷൻ മതിയോ? മാറിക്കോട്ടെ? ഇഷ്ടപ്പെട്ടാ കാലക്കടിക്കുന്നു. റെഡി? ഉണ്ണി വളർന്ന കിളിമകളെ. ഒറ്റ ഇരിക്കോട്ടെ ഇപ്പൊ. അമ്മ ഒരു പോയേ കഴുത്തിലൊട്ടിച്ചു തരാം. ഓക്കെ സോറിടാ. ഇങ്ങനെ അമ്മ തുറക്കുമ്പോ ഇതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ നാനോട്ടേപ്പ് കിട്ടും. അതമ്മ ഇങ്ങനെ എടുത്തിട്ട് പൊന്ന് ഇവിടെ തന്നെ അമ്മേനെ ഫോക്കസ് ചെയ്യണേ, വേറെ ഒന്നേലും പിടിക്കല്ലേ. കൈ പൊങ്ങുന്നു അവന്റെ കൈ പൊങ്ങുന്നു. ഇങ്ങനെ അമ്മ ഇതിങ്ങനെ എടുത്തിട്ട് ഇത് ഇവിടെ ഒട്ടിച്ചിട്ട് ഇത് ഇങ്ങനെ പറിച്ചിട്ട് കോൺസെൻട്രേഷൻ പോവാൻ വേണ്ടിട്ട് അമ്മ ഇങ്ങനെ ഒട്ടിച്ചിട്ട് അവന്റെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കട്ടെ ഞാൻ. അനങ്ങാണ്ടിരിക്കുന്നു. വായി വെക്കരുത്, കയ്യെ പിടിച്ചോണ്ടിരിക്കുന്നു. ആദ്യം വായും കൊണ്ടാവരുത്. കൈ പിടിച്ചോ. ഇതാ അമ്പുജു പൊന്നെ. അച്ഛന് പൊന്നെ നോക്കിയേ. ജജൻ ഇതാ വരുന്നു അമ്പുജുവേ. അച്ഛിതാ വരുന്നു. അച്ഛ വട്ട എടുത്തോണ്ട് അച്ഛ വരുന്നു. അച്ഛ ഒറ്റ അച്ഛങ്ങ് ഒറ്റേ. റെഡി? അമ്പുജുവേ. എടാ ഇനി പറ, നമുക്ക് ഇത് ഫാമിലി ഫോട്ടോ എടുക്കാം. ആജാജ് അമ്പുജു മോൻ ഭയങ്കര ഫോട്ടോ എടുക്കും. അമ്പുജുവേ റെഡി? തണ്ണിമത്തം വിൽക്കാനുണ്ട്. സന്തോഷമായിരുന്നു കുലുങ്ങു നോക്ക്. പൊന്നെ കൈകൊട്ടേ. കൈകൊട്ടുണ്ണി കൈകൊട്ട്. മതി
മതി മതി മതി മതി സെറ്റ്. ഷെട്ടഷാണം. അവന്റെ ജെട്ടി വരെ തന്നെ മതി കഴിഞ്ഞ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ 11ാം മാസത്തെ ഫോട്ടോഷൂട്ട് എടുത്തത്. അപ്പോൾ ഇതിന്റെ ഫോട്ടോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ശീതള എൽസ എന്ന് പറയുന്ന ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ചെക്ക് ചെയ്താലും അതിനകത്ത് ഫോട്ടോസ് കാണാൻ പറ്റും. അപ്പൊ ഔട്ട്രോ പറയില്ലേ, തനി സ്വഭാവം പുറത്തെടുക്കരുത്. അപ്പൊ ഇങ്ങനെയുണ്ടോ മേക്കിങ്. ഇതുവരെ 1ാം മാസത്തെ തൊട്ട് 10ാം മാസത്തെ വരെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ മിനി ഷോർട്സ് ആയിട്ടാണ് ഇടാറ്, ഇത്രയും ലോങ് ആയിട്ട് ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷെ ഇത് ഇത്തിരി അഡ്വഞ്ചർ ആയിട്ടുള്ള സാധനം ഇരിക്കുന്നു വിചാരിച്ചിട്ടാണ് നമ്മൾ ലോങ് വീഡിയോ ആക്കിയത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, കുഞ്ഞ് നന്നായിട്ട് സഹകരിച്ചു. അതെ 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 അപ്പോ കേട്ടല്ലോ, ഇതാണ് അവന്റെ സഹകരണം. കാണാം എല്ലാം ഒന്ന് ക്ലോസ് കാണിച്ചു കൊടുത്താ. ഇത് അത്തപ്പൂ, തണ്ണിമത്തം കൊണ്ട് അത്തപ്പൂ, അതാണ് നമ്മൾ ഇപ്പോഴത്തെ തീം എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല. ഇത് ഇത്ര നമുക്ക് തിന്നാൻ പറ്റും, ഇത് മിനിക്കുട്ട തിന്നോളും, കാരണം നമ്മൾ ഇത് ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരുന്നേ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, നമ്മൾ തറയൊക്കെ നല്ല വൃത്തിയാക്കി തൂത്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയിപ്പോ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ അനൂപിനെ കോൺടാക്ട് ചെയ്യാൻ പറ. ജനനം മുതൽ അടിയന്തരം വരെ എന്തിനു ഫോട്ടോഷൂട്ടും വീഡിയോഗ്രാഫിയും വേണമെങ്കിൽ അനൂപിനെ കോൺടാക്ട് ചെയ്യാം. അതെ, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അവനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. മിക്ക ഫോട്ടോ അവൻ തന്നെ എനിക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ ഗൈസ്. ടാറ്റ പറഞ്ഞ ടാറ്റ പറഞ്ഞേ. ഓക്കെ ഗൈസ്, ബൈ.